കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബി.ജെ.പി. ക്യാമ്പുകളിൽ ആശങ്കയാണ്. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് 400 സീറ്റുകൾ നേടി NDA അധികാരത്തിലെത്തുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ബി.ജെ.പി. ക്യാമ്പുകളിൽ നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ശക്തമായ മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ മുന്നണി വൻ കുതിപ്പ് നടത്താനാണ് സാധ്യത. കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 129 സീറ്റുകളാണുള്ളത്. ഇതിൽ 80-ലധികം സീറ്റുകൾ ഉറപ്പായും ലഭിക്കുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ ബി.ജെ.പി. മുന്നേറ്റമുണ്ടാക്കിയ കർണാടകയിലടക്കം ഇന്ത്യ മുന്നണിക്കായിരിക്കും ആധിപത്യം. ദക്ഷിണേന്ത്യയിൽ നിന്ന് 80 മുതൽ 100 വരെ സീറ്റുകൾ കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടെന്നാണ് ഇന്ത്യ മുന്നണി വിലയിരുത്തുന്നത്. ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോഴും ഇന്ത്യ മുന്നണി പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ബി.ജെ.പി. വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കപ്പെടാതെ തങ്ങളിലേക്ക് ഏകീകരിക്കാൻ മുന്നണി സംവിധാനത്തിലൂടെ സാധിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യ മുന്നണി വിലയിരുത്തുന്നത്. ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ 80 സീറ്റുകളാണുള്ളത്. 2019-ൽ 63 സീറ്റുകളും ബി.ജെ.പി. വിജയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലഭിച്ചത് 1 സീറ്റ് മാത്രം. ഇത്തവണ ഉത്തർപ്രദേശിലെ ബി.ജെ.പിയുടെ ആധിപത്യമില്ലാതാക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് അടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നു. യു.പിയിൽ നിന്ന് 20 മുതൽ 30 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. ബി.ജെ.പിയുടെ സീറ്റുകൾ 63-ൽ നിന്ന് 40-ലേക്ക് ചുരുങ്ങും. മഹാരാഷ്ട്രയിൽ 48 സീറ്റുകളിൽ 25 എണ്ണവും ബി.ജെ.പിക്കൊപ്പമാണ്. ഇത്തവണ ബി.ജെ.പിയുടെ സീറ്റുകളുടെ എണ്ണം 20ആയി ചുരുങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യ മുന്നണി വിലയിരുത്തുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് 20-നും 25-നും ഇടയിൽ സീറ്റുകൾ ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട്. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലുണ്ടാക്കുന്ന മുന്നേറ്റം തങ്ങളെ അധികാരത്തിലെത്തിക്കുമെന്നാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്.